മലപ്പുറം ജില്ലയിൽ മഞ്ചേരിയിലെ ഒരു ക്ഷേത്രത്തിനോടനുബന്ധിച്ച് നടത്തുന്ന കുറേ മത്സരങ്ങൾ നടത്തിയിരുന്നു. ആ മത്സരത്തിൽ പേരക്കുട്ടിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി. അതിന് സമ്മാനദാനം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പോവുകയാണ്. മലപ്പുറത്തുള്ള ഒരു ഹിൽട്ടൺ എന്ന ഒരു വലിയ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി നടക്കുന്നത്. 3 ദിവസത്തെ പരിപാടിയാണ് അവിടെ. ഞങ്ങൾ പോകുന്നത് 3-ാമത്തെ ദിവസമാണ്. ഈ അവാർഡ് ദാനമൊക്കെ പല സ്വാമിമാരും അവിടെ വന്ന് ക്ലാസ് എടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. ഒരുപാട് പ്രഗത്ഭരായ ആൾക്കാരൊക്കെ പലതരത്തിലുള്ള ക്ലാസ്സുകൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ക്ലാസ്സൊക്കെ അടിപൊളി ക്ലാസ്സാണ്. നമ്മൾ കേട്ടില്ലെങ്കിൽ നമുക്കത് നഷ്ടമാവും. അത്രയ്ക്ക് നല്ല നമുക്ക് മനസ്സിനെ ഇരുത്തിക്കൊണ്ടുള്ള ഒരു ക്ലാസ്സൊക്കെയാണ് അവിടെ നടക്കുന്നത്. കോളേജ് അധ്യാപകനാണ് ഇപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. വളരെ നല്ലൊരു ക്ലാസ്സാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അത് എല്ലാവരും കേൾക്കുന്നവരൊക്കെ പറയുന്നുണ്ട്, ഇത് കേട്ടില്ലെങ്കിൽ നമുക്ക് വലിയ നഷ്ടമായി പോകുന്നു. കാരണം അത്രയ്ക്ക് AI സംവിധാനത്തിനെ പറ്റിയാണ് കൂടുതലും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. AI കൊണ്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം ഒരുപാട് കാര്യങ്ങളൊക്കെ അവിടെ സംസാരിക്കുന്നുണ്ട്. 3 ദിവസത്തെ പരിപാടിയാണ്. 3 ദിവസം എന്ന് പറഞ്ഞാൽ ഒരു വലിയ തുക ചിലവഴിച്ചു കൊണ്ടുള്ള ഒരു പരിപാടിയാണ്. എത്രയും ആൾക്കാർ അവിടെ കൂടിയിട്ടുണ്ട്. നാടിൻ്റെ പല ഭാഗത്തു നിന്നും വന്നവരൊക്കെ അവിടെ കൂടിയിട്ടുണ്ട്. അതിന് പക്ഷെ പലരും അവിടെ അങ്ങനെ സംസാരിക്കാതെ കേട്ടിരുന്ന കുട്ടികളെ കലാപരിപാടി അവിടെ നടത്തിയിരുന്നു. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കലാപരിപാടി, ആ ലഞ്ച് ടൈം ഉണ്ടല്ലോ, ആ ടൈമിന് ഒരു ഭാഗത്ത് ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ സ്റ്റേജിന്മേൽ കലാപരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ സമയം. അപ്പോൾ ഇപ്പം കുറേ എളങ്കൂർ ഭാഗത്തുള്ള പല ഗ്രൂപ്പുകളാക്കിയിട്ട് തിരിച്ചവയാണ്. ആ ഗ്രൂപ്പുകളൊക്കെ പല നാടിൻ്റെ ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ട് ഓരോ ഗ്രൂപ്പായിട്ട് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കളിക്കുന്നത് എളങ്കൂർ എന്ന സ്ഥലത്തെ കുട്ടികളാണ്. ഇതുപോലെ വലിയ വലിയ ആൾക്കാർക്കും ഇവിടെ പരിപാടിയുണ്ട്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് വേറൊരു സ്ഥലത്തെ പരിപാടിയാണ്. ഇതിലൊക്കെ മത്സരങ്ങൾക്കൊക്കെ സമ്മാനദാനം സർട്ടിഫിക്കറ്റും അതും ഇതുമൊക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പം കൃഷ്ണനാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ തിരുവാതിരക്കളിയാവും. തിരുവാതിരക്കളി അങ്ങനെ പല കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ പറ്റിയിട്ടുണ്ട്. ഏതായാലും ഞങ്ങൾ ലഞ്ചൊക്കെ കഴിഞ്ഞ് ഇവിടെ ഇരിക്കുന്ന സമയമാണ്. അപ്പം നമുക്കത് ഇങ്ങനെ കാണാൻ നല്ലൊരു രസമാണ്. സമയം ആർക്കും നഷ്ടപ്പെടുന്നില്ല. എല്ലാവരും വളരെ ആകൃഷ്ടരാണ്. അങ്ങനെ ഇപ്പം തിരുവാതിരക്കളിയും അങ്ങനെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് വേറെ ഏതോ ഒരു ഗ്രൂപ്പിൻ്റെ തിരുവാതിരക്കളിയാണ്. അപ്പോഴേക്കും ആളുകളൊക്കെ കുറേ പേരൊക്കെ ഭക്ഷണത്തിനായിട്ട് പോയിട്ടുണ്ട്. അപ്പം ഇവിടെ ഭക്ഷണം കഴിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം ഇവിടെ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓരോ ട്രൂപ്പിൻ്റെ കളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പടി ആൾക്കാരുണ്ട്. പിന്നെ ഇവരൊക്കെ പിന്നെ പല മത്സരങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. മുമ്പേ നടന്ന മത്സരത്തിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ കൊടുക്കുന്നുണ്ട്. ഈ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റാണ് കൊടുക്കുക. അതുകൊണ്ട് ഞങ്ങളവിടെ കുട്ടിക്ക് കിട്ടേണ്ട സർട്ടിഫിക്കറ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ പിന്നെ തിരിച്ചു പോരാൻ അത് കിട്ടിയതിന് ശേഷമേ തിരിച്ചു വരുന്നുള്ളൂ. അതുവരെ ഞങ്ങളവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പം
ഇങ്ങനെ ഓരോ പരിപാടി ഇങ്ങനെ കളികൾ മാത്രമാണ് നടക്കുന്നത്. പലതരത്തിലുള്ള കൈകൊട്ടിക്കളികളും പല നാട്ടിൽ നിന്നുള്ള ആൾക്കാരൊക്കെ സംഘടിച്ചുള്ള കൈകൊട്ടിക്കളിയാണ്. അതെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ സമ്മാനദാനം നടക്കുക. അതിനുള്ള കുട്ടികളൊക്കെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. LP, UP, ഹൈസ്കൂൾ, കോളേജ് തലം, ഇങ്ങനെ പ്ലസ് ടു, അങ്ങനെ കോളേജ് തലം അങ്ങനെ പോകുന്നുണ്ട്. ഓരോ സ്റ്റെപ്പായിട്ട്. അവിടെ ഞങ്ങളുടെ കുട്ടി LP സെക്ഷൻ്റെ ഫസ്റ്റ് പ്രൈസ് കിട്ടിയതാണ്. അങ്ങനെ ഇപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരെയായിട്ട്. സർട്ടിഫിക്കറ്റും ക്യാഷ് അവാർഡും അങ്ങനെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഈ ക്രമത്തിലാണ് സമ്മാനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. 3 ദിവസത്തെ സമാപന ദിവസമാണ് ഞങ്ങൾ ചെന്നത്. എന്നിട്ട് തന്നെ ഒരുപാട് പേരുണ്ട്. അത്രയും നല്ലൊരു പരിപാടിയാണിത്. പല സ്വാമിമാരും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഏതൊക്കെയോ സ്വാമിമാരുടെ പേരവിടെ പറയുന്നത് കേട്ടു. അങ്ങനെ മത്സരത്തിൽ ഇപ്പം LP വിഭാഗത്തിൽ കുട്ടിയെ വിളിക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ പേരക്കുട്ടി. അവൻ സമ്മാനം വാങ്ങിക്കൊണ്ട് സ്വാമിയുടെ കാല് പിടിച്ച് സമ്മാനം വാങ്ങുകയാണ്. നല്ലൊരു തുക ക്യാഷ് അവാർഡായിട്ടും സർട്ടിഫിക്കറ്റായിട്ടും പിന്നെ സനാതനത്തിൻ്റെ ഒരു ബുക്കും എല്ലാം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഇത് UP തലത്തിലൊരു കുട്ടിയാണ്. LP, UP അങ്ങനെ. പിന്നെ അടുത്ത് വരുന്നത് ഹൈസ്കൂൾ തലമാണ്. കുട്ടികളൊന്നും വാങ്ങിയതിന് ശേഷം അവിടെ തന്നെ നിൽക്കണം എന്ന് പറയുന്നുണ്ട്.